അപ്പോൾ നമ്മളിങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു പണി കിട്ടും. പണി കിട്ടുമ്പോൾ നമ്മളവിടെ പേടിച്ചിങ്ങനെ നിൽക്കും, സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കാൻ നമുക്കൊന്നും പറ്റത്തില്ല എന്നൊരു ചിന്താഗതി വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും എപ്പോഴും ലൈഫ് എപ്പോഴും ഇങ്ങനെ സ്മൂത്തായിട്ട് പോകാമെന്ന് വിചാരിക്കും. പക്ഷേ പെട്ടെന്നായിരിക്കും നമ്മൾ അപ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും പരാജയങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുന്നത്. അത് വലിയൊരു തിരമാല പോലെ നമ്മളെ നേരെ അടിച്ച് കയറും. അപ്പോൾ ആ പ്രശ്നങ്ങളോട് നമ്മൾ പൊരുതി സ്ട്രെസ് അടിച്ച് ഇങ്ങനെ പേടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണോ അതോ മുങ്ങി താഴുകയാണോ ചെയ്തത്? നമ്മൾക്കറിയാം, നമ്മൾ കടലിനോട് ഫൈറ്റ് ചെയ്താൽ അല്ലെങ്കിൽ കടലിനോട് ഫൈറ്റ് ചെയ്താൽ നമ്മൾ തോറ്റു പോകുന്നത് നമുക്ക് അറിയാം. അപ്പോൾ ഇവിടാണ് നമുക്കൊരു മെൻറ്റാലിറ്റി വേണ്ടത്. ആ മെൻറ്റാലിറ്റിക്കാണ് നമ്മൾ സർഫർ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ചരിത്രത്തിലൊരു റിയൽ ലൈഫ് കഥയുണ്ട്. തൻ്റെ 13ാമത്തെ വയസ്സിൽ ഒരു ഭീകരമായ സ്രാവിൻ്റെ ആക്രമണത്തിൽ ഇടതുകൈ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. അപ്പം ആ പെൺകുട്ടി വേറെ ആരുമല്ല, ബെഥാനി ഹാമിൽട്ടൺ ആയിരുന്നു. അപ്പോൾ കൈ പോയപ്പോൾ എല്ലാവരും കരുതിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവളുടെ കരിയർ അവിടെ കഴിഞ്ഞു, സർഫിംഗ് കരിയർ അവിടെ കഴിഞ്ഞു എന്നാണ്. പക്ഷേ ആൾ വിട്ടുകൊടുത്തില്ല. അവൾ ഒരൊറ്റ കൈ കൊണ്ട് വീണ്ടും കടലിലെ വമ്പൻ തിരമാലകളുടെ മുകളിൽ അതിന് മാസമായി റൈഡ് ചെയ്ത് ലോകത്തിലെ ചാമ്പ്യനെ മാറിയ എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ചരിത്ര കഥയാണ്. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ഇപ്പോൾ ഒരു കൈയില്ലാത്ത ആ ഒരു പെൺകുട്ടിക്ക് ലോകത്തിലെ ഏറ്റവും ഭീകരമായ തിരമാലകളെ റൈഡ് ചെയ്യാമെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തല്ലി തകർക്കാൻ പറ്റത്തില്ലേ? അത് നമുക്കതിന് കഴിയില്ലേ? അപ്പോൾ പ്രതിസന്ധികളെ തടയാൻ നമ്മൾ നോക്കണ്ട, വരട്ടെ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു സർഫറെ പോലെ നല്ല കോൺഫിഡൻസോടുകൂടി അതിൻ്റെ മുകളിൽ കയറി റൈഡ് ചെയ്ത് ജയിച്ച് കയറണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഓരോരുത്തരും പവർ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന തിരമാലകളെ നോക്കി പേടിക്കാതിരിക്കണ്ട, നമ്മുടെ ബോർഡും എടുത്തുകൊണ്ട് ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ലൈഫിൽ പ്രശ്നങ്ങൾ കണ്ട് തളർന്നിരിക്കുന്ന കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടിക്കോ. ലെറ്റ്സ് ഗോ. നന്ദി.